തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. നമ്മൾ അവർക്ക് വാക്ക് കൊടുത്തു. ഇപ്പോ ആ വാക്ക് പാലിക്കാൻ കഴിയാത്ത സ്ഥിതിയുമായി. ഇതിന്റെ പേരിൽ അംബികാന്റെ എങ്ങനെ തൂങ്ങി മരിച്ച ആ കേസിൽ നമ്മളും തൂങ്ങേണ്ടി വരും. നിന്റെ കരുനാക്കൊണ്ട് വേണ്ടാത്ത കാര്യമൊന്നും പറയാതെടി. ആരവ്, അംബികേന്റെ രക്ഷിക്കാൻ ഇപ്പൊ നിനക്കേ കഴിയൂ. ഞങ്ങളെ സഹായിക്കാനും നീ ചെന്ന് അംബികേന്റെ കാണണം. നിന്നെ സഹായിക്കുന്നതിനുള്ള പ്രതിഫലമായിട്ടൊന്നും ഇതിനെ കാണരുത്. ഇതിനെ ഒരു പാവ സ്ത്രീയുടെ മനോവേദനയ്ക്ക് കൊടുക്കുന്ന മരുന്നായിട്ട് കണ്ടാ മതി. ആ പാവം നിന്നെ ഓർത്ത് ആത്മഹത്യക്ക് ശ്രമിച്ച നിനക്ക് സമാധാനം കിട്ടുമോ? നീ അംബികാന്റെ ചെന്ന് കണ്ടെന്ന് കരുതി നിനക്ക് എന്ത് നഷ്ടം വരാനാ? ആ അമ്മയ്ക്ക് കുറച്ച് സന്തോഷം കിട്ടില്ലേ? എന്റെ അമ്മയല്ലാത്ത ഒരാളെ ഞാൻ എന്തിനു പോയി കാണണം? അമ്മയല്ലാത്തൊരാളെ മകനാണെങ്കിൽ മാത്രമേ കാണാൻ പാടുള്ളൂ എന്നുണ്ടോ? നീ മകനായിട്ട് ചെല്ലണ്ട. നീ അവരെ അമ്മയായിട്ട് കാണുക വേണ്ട. ഒരു ഹ്യൂമൻ കൺസിഡറേഷൻ അത് കൊടുത്തതുകൊണ്ട് നിനക്കൊരു നഷ്ടമില്ലല്ലോ. അംബികാന്റി ഞങ്ങളിൽ ഒരാളുടെ അമ്മയാണെന്ന് പറഞ്ഞ നീ കാണാൻ പോവില്ലേ? നീ അങ്ങനെ കരുതിയാ മതി. അവരെന്റെ അമ്മയെന്ന് കരുതിക്കോടാ. എന്നെ പ്രസവിച്ച അമ്മ ആരാന്ന് പോലും എനിക്കറിയില്ല. എന്നെ എന്റെ വീട്ടുകാര് ദത്തെടുത്ത് വളർത്തിയതാ. എന്നെ പ്രസവിച്ച അമ്മ എവിടെയോ എന്നെ കളഞ്ഞിട്ട് പോയി. അംബികാന്റിയെ പോലെ എന്റെ അമ്മ എന്നെ തേടി എവിടെയെങ്കിലും അലയുന്നുണ്ടായിരിക്കും. അവര് എന്നെ അമ്മയാന്ന് കരുതി നിനക്ക് അംബികാന്റെ കണ്ടൂടെ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവരെ ചെന്ന് കാണാം. പക്ഷെ എന്റെ ഇപ്പോഴത്തെ സാഹചര്യം പുറത്തിറങ്ങാൻ പറ്റാത്താണെന്ന് നിങ്ങൾ എന്നെ പറയുന്നുണ്ടല്ലോ. ഈ യാത്ര സേഫ് ആയിരിക്കോ? വരാൻ നീ തയ്യാറാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയിരിക്കും. നിങ്ങൾ പ്രശ്നത്തിലാവും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളായിരിക്കും നിങ്ങളെ തേടി വരാൻ പോകുന്നത്. എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ നേരിട്ടോളാം. പക്ഷെ ഞങ്ങൾ കാരണം ഒരു പാവ സ്ത്രീ ആത്മഹത്യ ചെയ്താൽ ഞങ്ങൾക്ക് സമാധാനം കിട്ടില്ല. അവൻ വരുമോ? അവൻ വരും. ഇനി വരാതിരിക്കാൻ അവന് കഴിയില്ല. കിരണേ, പോലീസ് ചെക്കിംഗ് ഇല്ലാത്ത ഏതെങ്കിലും ഷോർട്ട് കട്ട് എടുത്ത് പോയാൽ മതി. അതെ, ഏതായാലും എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചോണേ. ആ, ഞാൻ നോക്കുന്നുണ്ട്. നീ ധൈര്യമായിട്ട് പൊക്കോ. നമ്മൾ ആരവരെയും കൊണ്ട് പുറത്തിറങ്ങിയ പോലീസിനെക്കാളും ഭയക്കേണ്ടത് രുദ്രനെയാ. അയാളെ എന്തിനാ ഭയക്കുന്നത്? അന്നത്തെ സംഭവത്തോടെ രുദ്രന് നമ്മളെ പറ്റി നല്ലൊരു ധാരണയായിട്ടുണ്ട്. ഇനി എന്തായാലും അയാൾ നമ്മുടെ പിന്നാലെ വരില്ല. അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല. എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരുവനിൽ നിന്നും നമുക്ക് എന്തും പ്രതീക്ഷിക്കാം.
ആരവേ നീ എന്താടാ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നെ?